ഒരു മഹായുദ്ധത്തിന്റെ നടുവിലാണ് നാം നിൽക്കുന്നത്. ഈ യുദ്ധം നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. 100-ലധികം സീറ്റുമായി ടീം UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും. കേരളത്തിലെ ജനങ്ങൾ 2 തീരുമാനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും. ഒന്ന്, ഈ 10 വർഷക്കാലത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കും. 2, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ കേരളം ഇത് മതേതര കേരളമാണ് എന്ന് രാജ്യത്തിന്റെ മുഖത്ത് നോക്കി പറയും. എല്ലാ വർഗീയവാദികളുടെയും ജൽപ്പനങ്ങളെ മറികടന്ന് മതേതര കേരളം അതിന്റെ തല ഉയർത്തിപ്പിടിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. UDFന് നിങ്ങളോട് പറയാനുള്ളത്, എവിടെയെല്ലാമാണ് ഈ ഗവൺമെന്റ് തകർത്തത് കേരളത്തെ, അവിടെയെല്ലാം നമ്മുടെ UDF കേരളത്തെ പുനർജനിപ്പിക്കും. ഈ കേരളത്തെ ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനമാക്കി നമ്മൾ മാറ്റും. ചിലർ സംശയം പ്രകടിപ്പിച്ചു. പുതുയുഗയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പ്രിയങ്കരനായ രാഹുൽജി 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു. അത് നടക്കുമോ? നടത്താൻ എങ്ങനെ കഴിയും? അതെല്ലാമാണ് ചർച്ച. ഞാൻ നിങ്ങളോട് പറയുന്നു, UDFന് വേണ്ടി പറയുന്നു, ആധികാരികമായ ചർച്ചകൾ UDFും കോൺഗ്രസ് നേതൃത്വവും ഉൾപ്പെടെ നടത്തിയിട്ടാണ് പ്രിയങ്കരനായ രാഹുൽജിയെ കൊണ്ട് 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചത്. UDFന് നിങ്ങളോട് പറയാനുള്ളത്, എവിടെയെല്ലാമാണ് ഈ ഗവൺമെന്റ് തകർത്തത് കേരളത്തെ, അവിടെയെല്ലാം നമ്മുടെ UDF കേരളത്തെ പുനർജനിപ്പിക്കും. ഈ കേരളത്തെ ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനമാക്കി നമ്മൾ മാറ്റും. ചിലർ സംശയം പ്രകടിപ്പിച്ചു. പുതുയുഗയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പ്രിയങ്കരനായ രാഹുൽജി 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു. അത് നടക്കുമോ? നടത്താൻ എങ്ങനെ കഴിയും? അതെല്ലാമാണ് ചർച്ച. ഞാൻ നിങ്ങളോട് പറയുന്നു, UDFന് വേണ്ടി പറയുന്നു, ആധികാരികമായ ചർച്ചകൾ UDFും കോൺഗ്രസ് നേതൃത്വവും ഉൾപ്പെടെ നടത്തിയിട്ടാണ് പ്രിയങ്കരനായ രാഹുൽജിയെ കൊണ്ട് 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചത്. അത് നടപ്പാക്കാനുള്ള ആർജവവും അത് നടപ്പാക്കാനുള്ള പദ്ധതികളും അതിനായി ഖജനാവിൽ പണം നിറയ്ക്കാനുള്ള ഉത്തരവാദിത്വവും UDFനുണ്ട്. ആദ്യത്തെ 2 ഗ്യാരണ്ടികൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്. KSRTC ബസ്സിൽ ഇനി നിങ്ങൾക്ക് സൗജന്യ യാത്രയാണ്. ഒരാളും നിങ്ങളോട് പണം ചോദിക്കില്ല. 2, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മാസം 1000 രൂപ അയച്ചു കൊടുക്കും. അവര് പഠിക്കട്ടെ, അവര് പഠിച്ചു മിടുക്കികളായി